വെൽക്കം. തഹ്മാനാണ്. ഡ്രഗ്സ് ഫോർ ഹൈപ്പർലിപ്പിഡീമിയ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ആൻഡ് നെയിം ഓഫ് ഡ്രഗ്സ്. സോ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട മരുന്നുകളുടെ പേരുകളും ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ദർ നെയിംസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ആൻഡ് വിത്ത് ദർ മെക്കാനിസം ഓഫ് ആക്ഷൻ. ബിക്കോസ് മെക്കാനിസം ഓഫ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. സോ മലയാളത്തിൽ ഹൈപ്പർലിപ്പിഡീമിയ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുക കൊളസ്റ്ററോൾ കുറയ്ക്കുന്ന മരുന്നുകൾ. ഇതാണല്ലോ നമ്മുടെ ലോക്കൽ ഭാഷ. സോ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ എന്നും നമുക്ക് ഇവയെ പറയാം. ലിപ്പിഡ് ലോവറിംഗ് ഡ്രഗ്സ് എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പറയാവുന്ന ടേം. ലിപ്പിഡ് ലോവറിംഗ് ഡ്രഗ്സ് ഫോർ ഹൈപ്പർലിപ്പിഡീമിയ, ഡ്രഗ്സ് ഫോർ ഡിസ്ലിപ്പിഡീമിയ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ലിപ്പിഡ് ലോവറിംഗ് ഡ്രഗ്സ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം, അതിന്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഈ വീഡിയോയിൽ ഞാൻ വെറുതെ ഡ്രഗ് ഗ്രൂപ്പ്സ് പറയുന്ന ഒരു വീഡിയോ അല്ല ഇത്. സോ ഇതൊരു ടിപ്പിക്കൽ ഫാർമക്കോളജി ക്ലാസിഫിക്കേഷൻ വീഡിയോ അല്ല. സോ നമ്മളിവിടെ കൊളസ്ട്രോളിനൊപ്പം സഞ്ചരിക്കുകയാണ്. ശരീരത്തിൽ കൊളസ്ട്രോളിനൊപ്പം നമ്മൾ സഞ്ചരിച്ചിട്ട് എവിടെ വെച്ചെല്ലാമാണ് ഈ കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ള ഒരു ആംഗിളിലൂടെയാണ് നമ്മൾ പോവുക. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെള്ളമുണ്ട്, മിനറൽസ് ഉണ്ട്, ദെൻ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, ദെൻ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇതല്ലാതെ പ്രധാനപ്പെട്ട 3 പദാർത്ഥങ്ങൾ കൂടിയുണ്ട്. നമുക്കതറിയാം. ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന സംഭവം, അതിൽ നിന്നാണ് നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കുക, ഗ്ലൂക്കോസ് കിട്ടുക. ഈ ഗ്ലൂക്കോസ് നമുക്ക് വേണമെങ്കിൽ ഫാറ്റ് ആക്കി മാറ്റിയെടുക്കാം കേട്ടോ. 2 നമുക്കുള്ളത് പ്രോട്ടീൻസ് ആണ്. ഫുഡിലുള്ളത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിനെ നമുക്ക് അമിനോ ആസിഡ്സ് ആക്കിയായിരിക്കും കിട്ടുക, പ്രോട്ടീൻ. 3ാമത്തതാണ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് എന്ന് പറയുന്നത്. കൊഴുപ്പ് ഓർ നമുക്കതിനെ ലിപ്പിഡ്സ് എന്ന് വിളിക്കാം. ലിപ്പിഡ്സ് ഓർ കൊഴുപ്പ്. ഈ ലിപ്പിഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലാകെ കൊളസ്ട്രോൾ മാത്രമാണ് വരിക. ആക്ച്വലി ലിപ്പിഡ്സ് എന്നാൽ കൊളസ്ട്രോൾ മാത്രമല്ല എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത് നമുക്ക് പ്രധാനപ്പെട്ട 2 തരമാക്കാം ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ. ഒന്ന് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ട്രൈ അസൈൽ ഗ്ലിസറൈഡ്സ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിളിക്കുക. നമുക്ക് ലോക്കലായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് വിളിക്കാം. 2ാമത്തതാണ് ഈ കൊളസ്റ്ററോൾ എന്ന് പറയുന്ന സംഭവം. കൊളസ്റ്ററോൾ. സോ ലിപ്പിഡ്സ് മീൻസ് ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് കൊളസ്ട്രോൾ ആണ്. എന്താണ് ഇവയുടെ അടിസ്ഥാന പ്രശ്നം? ഈ ലിപ്പിഡ്സിനും മറ്റുള്ളവരിൽ നിന്ന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഇത് വെള്ളത്തിൽ അലിയില്ല എന്നുള്ളതാണ്. കൊഴുപ്പ് വെള്ളത്തിൽ അലിയില്ല. രക്തത്തിലൂടെ ഇപ്പൊ ബ്ലഡിലൂടെ ഇങ്ങനെ കൊഴുപ്പ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇവയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവയുടെ അടിസ്ഥാന പ്രശ്നം. അതിന് നമുക്ക് പ്രത്യേകമായി ചില ട്രാൻസ്പോർട്ടേഴ്സിന്റെ അകത്ത് കയറ്റി വെച്ചുകൊണ്ട് പോകണം. അതിന് നമുക്ക് ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ കൂടി വേണം. അപ്പൊ കൊഴുപ്പ് കൊണ്ടുപോകണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും വി നീഡ് ലിപ്പോ പ്രോട്ടീൻസ് കൂടി വേണം. ലിപ്പോ പ്രോട്ടീൻസ് ഇതാണെങ്കിൽ ഇതിനകത്തായിരിക്കും നമ്മളിങ്ങനെ കൊഴുപ്പ് സൂക്ഷിച്ച് കൊണ്ടുപോകുക. കൊഴുപ്പ് കൊളസ്ട്രോൾ. സോ ട്രൈഗ്ലിസറൈഡ്സും കൊളസ്ട്രോളും ആണെന്ന് ഞാൻ പറഞ്ഞു. ട്രൈഗ്ലിസറൈഡിന്റെ സ്ട്രക്ചർ വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഗ്ലിസറോൾ ആണ്. ഇത് ഗ്ലിസറോൾ. ഇത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ഇങ്ങനെ വരയ്ക്കണം. വെളിച്ചെണ്ണയിലുള്ള 17 സ്റ്റിയറിക് ആസിഡ് അങ്ങനെയൊക്കെയുള്ള ആസിഡുകളാണ്. പാൽമെറ്റിക് ആസിഡ് ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഇതുവരെ മാറ്റി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ലിപ്പോ എന്താണ് ഇത് ഫോസ്ഫോലിപ്പിഡ് ആയി. ഫോസ്ഫോലിപ്പിഡ് ഈസ് ഓൾസോ എ ലിപ്പിഡ്. അപ്പൊ ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. ഇനിയുള്ളത് കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ നമ്മൾ വരയ്ക്കുക. കൊളസ്ട്രോൾ ഒരു 4 റിങ്ങുള്ള സ്റ്റിറോയിഡൽ റിങ്ങുള്ള സംഭവമാണ്. ഇങ്ങനെയൊക്കെയാണ് കൊളസ്ട്രോൾ ഇരിക്കുക. കൃത്യം സ്ട്രക്ചർ ഒന്നുമല്ല, ഏകദേശമാണ് ഞാൻ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക, പിന്നെ ഒരു വി വരയ്ക്കുക, പിന്നെ ഒരു വി വൈ. ഓക്കെ, പിന്നെ ഇവിടെ 2 വര, ഇവിടെ ഒരു OH, പിന്നെ എവിടേക്കോ ഡബിൾ ബോണ്ട്. സോ ഇതാണ് കൊളസ്ട്രോൾ. ഞാൻ CH എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ 2 സ്ട്രക്ചർ മാത്രമായിരിക്കും ഇന്ന് വരയ്ക്കുക. ഇത് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. സോ ഇതാണ് ട്രൈഗ്ലിസറൈഡ്സ്, ഇതാണ് കൊളസ്ട്രോൾ. രണ്ടും ലിപ്പിഡ്സ് ആണ്. സോ അപ്പൊ ഇതിനെ കൊണ്ടുപോകുന്ന ലിപ്പോ പ്രോട്ടീൻസ് വേണം അല്ലെ. ലിപ്പോ പ്രോട്ടീൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൈലോമൈക്രോൺ എന്ന് പറയുന്ന ഒരു ലിപ്പോ പ്രോട്ടീൻ ഉണ്ട്. കൈലോമൈക്രോൺ. ഇപ്പൊ ഇത് കൈലോമൈക്രോൺ ആണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കൊളസ്ട്രോളും ഇതൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ടാകും. ദെൻ പിന്നെ ഉള്ളത് VLDL എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. IDL ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഉണ്ട്. പിന്നെ LDL നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഭയങ്കര വില്ലനായിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. ദെൻ നല്ലവനായ HDL പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ടാകും. സോ ഇതെല്ലാമാണ് ഇവരുടെ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ പ്രശ്നം ഇതിന് വെള്ളത്തിൽ അലിയില്ല. അപ്പൊ നമുക്കൊരു ട്രാൻസ്പോർട്ടേഴ്സ് വേണം. അപ്പൊ ഈ ട്രാൻസ്പോർട്ടേഴ്സിന്റെ ഉള്ളിലായിരിക്കും ഈ കൊളസ്ട്രോൾ ഒക്കെ ഇരിക്കുക. അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഇരിക്കുന്ന ആൾ നമ്മൾ വില്ലനാക്കും. ഓക്കെ, കൊളസ്ട്രോളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ആളെ നമ്മൾ രക്ഷകനൊക്കെ ആക്കി മാറ്റും. ഇതാണ് നമ്മൾ പറയാം. ഇനി നമുക്ക് ലിപ്പിഡ്സിനൊപ്പം ഒന്ന് സഞ്ചരിച്ച് പോകാം. സോ ഒരാൾ ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കുക. ഭക്ഷണം കഴിച്ചു, വയറ്റിൽ ആ കുടലിനകത്ത് ഇങ്ങനെ എത്തി, ഭക്ഷണം എത്തി. ഭക്ഷണത്തിൽ ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. സോ ഇനി ഇത് ആഗിരണം ചെയ്യണം. ആഗിരണം ചെയ്യണമെങ്കിൽ ഭക്ഷണത്തിൽ അത് ആഗിരണം ചെയ്യുക ഇൻറ്റസ്റ്റൈനുള്ള എൻഡറോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകളാണ്. ഇൻറ്റസ്റ്റൈനൽ സെല്ലിനെ എൻഡറോസൈറ്റ്സ് എന്നാണ് വിളിക്കുക. ഇപ്പൊ സാധാരണ ഇപ്പൊ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ അമിനോ ആസിഡ്സോ പ്രോട്ടീനോ ഒക്കെ ദഹിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്തേക്കാൻ കയറുന്നു. അത് നേരെ ബ്ലഡ് വെസലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ ലിവറിനകത്തേക്ക് പോകും. ലിവറിലേക്ക്
ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഇതിങ്ങനെ ആഗിരണം ചെയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ്, കാരണം അത് വെള്ളത്തിൽ അലിയാതെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം ഇതിനെ സോലുബിലൈസ് ചെയ്യാം. വെള്ളത്തിൽ അലിയിക്കുന്ന രീതിയിൽ സോലുബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ബൈൽ സോൾട്സ് ആണ്. ലിവറിൽ നിന്നുള്ള ബൈൽ സോൾട്സ് നമുക്ക് വേണം. ബൈൽ സോൾട്സ് ഏതൊക്കെയാണ്? ഗ്ലൈക്കോ കോളിക് ആസിഡ് ഉണ്ട്, ടോറോ കോളിക് ആസിഡ് ഉണ്ട്, ദെൻ ലെസിത്തിൻ നമുക്ക് വേണം. ഇങ്ങനെയൊക്കെയുള്ളൊക്കെ ബൈലിനകത്തുള്ളതാണ്. സോ ഇതിങ്ങനെ അലിയിച്ച് പൊടിച്ച് ഇങ്ങനെ കുഞ്ഞിതാക്കി വളരെ ചെറുതാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. സോ ഇങ്ങനെ സോലുബിലൈസ് ചെയ്ത് എൻഡ്രോസൈറ്റ്സിന്റെ അടുത്ത് കൊണ്ട് വെക്കുന്നു. സോ ഇപ്പൊ ഉദാഹരണത്തിന് ട്രൈഗ്ലിസറൈഡ്സ് ആണെങ്കിൽ അത് ചെറുതായിട്ട് ഫ്രീ ഫാറ്റി ആസിഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, അതിന്റെ ഗ്ലിസറോൾ ഇങ്ങനെ വരയ്ക്കാം, അതിങ്ങനെ അകത്തേക്ക് കയറിക്കോളും. സോ ഫ്രീ ഫാറ്റി ആസിഡ്സ് ഇവിടെ എത്തി, മറ്റേതും ഇവിടെ എത്തി. പക്ഷെ കൊളസ്ട്രോൾ കടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കടക്കാം, പക്ഷെ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു മെക്കാനിസം ഉണ്ട്. സോ ഇങ്ങനെയുള്ള കൊളസ്ട്രോൾ ഓർ സ്റ്റിറോൾസ് കയറ്റിവിടാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്പോർട്ടറിന്റെ ആവശ്യം. ആ ട്രാൻസ്പോർട്ടറിന്റെ പേര് NPC1L1 എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടർ ഇവിടെയുണ്ട്. സോ ഈ ട്രാൻസ്പോർട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് കൊളസ്ട്രോളിനെ അകത്തേക്ക് കയറ്റാൻ പറ്റും. സോ ഇതിനെ തടഞ്ഞാലോ? ഇതിനെ നമ്മളിപ്പോൾ ഒരു മരുന്ന് കൊടുത്ത് തടയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് കൊളസ്ട്രോൾ നമ്മൾ എത്ര കഴിച്ചാലും അബ്സോർപ്ഷൻ കുറവായിരിക്കും, അപ്പോൾ ബ്ലഡിനകത്ത് കൊളസ്ട്രോൾ എത്തുന്ന കുറവായിരിക്കും. സോ ഇങ്ങനെ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആദ്യത്തെ മരുന്ന്. സോ ദീസ് ഡ്രഗ്സ് ആർ സ്റ്റിറോളുകളുടെ അബ്സോർപ്ഷൻ തടയുന്ന മരുന്നുകൾ, സ്റ്റിറോൾ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ NPC1L1 ഇൻഹിബിറ്റേഴ്സ് എന്നും നമുക്ക് ഇവയെ വിളിക്കാം. മരുന്നിന്റെ പേര് EZD-MIBE എന്നാണ്. എസറ്റിമൈബ് എന്ന് പറയുന്ന മരുന്ന് ഇങ്ങനെ കൊളസ്ട്രോൾ ശരീരത്തിൽ അബ്സോർപ്ഷൻ തടയുന്ന മരുന്നാണ്. സോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തടയുന്നു. സോ ദിസ് ദ ഫസ്റ്റ് മരുന്ന്. ഇനി നമുക്ക് ഇവിടെ വേറെ ഒരു മരുന്ന് കൂടി പറയാം. ഈ ബൈൽ സോൾട്സിനെ തടയുന്ന ഒരു മരുന്ന് കൂടി ഉണ്ട്. അത് നമുക്ക് ലിവറിൽ എത്തുമ്പോൾ പറയാം. അവിടെ പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഗുണപ്രദം. ഓക്കെ, ഇനി എൻഡ്രോസൈറ്റ്സിനകത്ത് ഇത് കയറി. ഇപ്പോൾ കൊളസ്ട്രോൾ അകത്തുണ്ട്, ട്രൈഗ്ലിസറൈഡും അകത്തുണ്ട് എന്ന് കരുതുക. ഇനി എന്ത് വേണം? ഇനി ഇതിനെ ബ്ലഡിലേക്ക് എത്തിക്കണം അല്ലെ? ബ്ലഡിലേക്ക് അല്ല പക്ഷെ പോവുക, അത് പോവുക ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്കാണ്, ലാക്ടിയൽസിലേക്കാണ് പോവുക. ലാക്ടിയൽസിൽ പോയിട്ട് ലിംഫിലേക്കായിരിക്കും അത് പോവുക. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ടു ദ ബ്ലഡ്. അതാണ് ആദ്യത്തെ സവിശേഷം. സോ അത് ഇതിനകത്തേക്ക് കയറ്റി വിടണമെങ്കിൽ ഇപ്പോഴും ഇതിനകത്തും വെള്ളത്തിൽ അലിയില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് സം ട്രാൻസ്പോർട്ടർ. സോ ആ ട്രാൻസ്പോർട്ടർ അപ്പൊ ഇവിടെ ഉണ്ടാക്കണം. അതിന്റെ പേരാണ് കൈലോമൈക്രോ. സോ നമ്മൾ കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും എല്ലാം ഇതിനകത്തേക്ക് പാക്ക് ചെയ്യുന്നു. സോ കൊളസ്ട്രോൾ, വൈറ്റമിൻ ഡി ഉണ്ട്, എ ഉണ്ട്, കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാറ്റ് സോലുബിൾ എല്ലാത്തിനെയും കൂടി നമ്മൾ കൈലോമൈക്രോൺസിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ കൈലോമൈക്രോൺസ് ആക്കിയിട്ട് അതിനകത്തേക്ക് വിടുക, ലിംഫാറ്റിക്സിനകത്തേക്ക് വിടുക. സോ ലിംഫാറ്റിക്സ് ഇങ്ങനെ അങ്ങ് പോയി ലിംഫാറ്റിക്സിന്റെ ഫ്ലോ അറിയാമെങ്കിൽ നമുക്കറിയാം അത് തൊറാസിക് ഡക്റ്റിലേക്ക് എത്തും. തൊറാസിക് ഡക്റ്റിലൂടെ അവിടെ സുപ്പീരിയർ വീനക്കാവയിലൂടെ അത് ഹൃദയത്തിലേക്ക് എത്തും. ഹൃദയത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് മൊത്തം, സോ ശരീരം മുഴുവൻ സംഭവം എത്തും. ഇപ്പോൾ സോ നമ്മുടെ കൈലോമൈക്രോൺസ് അതിനകത്ത് എന്തൊക്കെയുണ്ട്? ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നടക്കുകയാണ്. ഇതിലൂടെയാണ് രക്തക്കുഴലിലൂടെ ഒഴുകുകയാണ്. രക്തക്കുഴലിന്റെ ചുറ്റുമുള്ള സെൽസിന്റെ പേര് എൻഡോത്തീലിയൽ സെൽസ് എന്നാണ്. ലിംഫ് അതിനകത്തും എൻഡോത്തീലിയൽ സെൽസ് ഉണ്ട്. സോ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചുറ്റുമുള്ള എൻഡോത്തീലിയൽ സെൽസിൽ ഇവിടെ ചില എൻസൈംസ് ഇരിപ്പുണ്ട്. ഇവർ വെറുതെ ഇരിക്കുകയല്ല. ഈ എൻസൈംസ് കണ്ടെയ്ൻ സർട്ടൻ എൻസൈംസ് കോൾഡ് ആസ് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എന്നാണ് ഈ എൻസൈമിന്റെ പേര്, ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ്. ഇവിടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ കൈലോമൈക്രോൺസിൽ നിന്ന് ട്രൈഗ്ലിസറൈഡ് എടുത്തിട്ട് ട്രൈഗ്ലിസറൈഡ് പുറത്തെടുത്തിട്ട് അതിനെ ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവയുടെ പണി. സോ കൈലോമൈക്രോൺസിൽ നിന്ന് ഇവ എന്തെടുക്കുന്നു? ട്രൈഗ്ലിസറൈഡ്സ് പുറത്തെടുക്കും. സോ ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. ഇങ്ങനെ പുറത്തു വരുന്ന ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്ത് ചെയ്യും? അടുത്തുള്ള കോശങ്ങൾ, ഈ സെല്ലുകൾക്ക് ഉപയോഗിക്കാം. അടുത്തുള്ള കോശങ്ങൾ ഏതൊക്കെയാണ്? ഉദാഹരണം, ഇത് സ്കെലിറ്റൽ മസിൽ ആണെങ്കിൽ അവ എടുത്ത് ഉപയോഗിക്കും, എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും. ഹൃദയത്തിലെ സെല്ലുകൾ കാർഡിയോമയോസൈറ്റ്സ് ഉപയോഗിക്കും. ഫാറ്റ് സെല്ലുകൾ, അഡിപ്പോസൈറ്റ്സും എടുത്ത് ഉപയോഗിക്കും. പക്ഷെ അഡിപ്പോസൈറ്റ്സ് ഒരു പണി കൂടി ചെയ്യും. ഇവ വീണ്ടും കൂടുതലുണ്ടെങ്കിൽ ഇവയെ വീണ്ടും ട്രൈഗ്ലിസറൈഡ്സ് ആക്കി മാറ്റി ഇനി എന്തെങ്കിലും ട്രൈഗ്ലിസറൈഡ് കുറവാണോ എങ്കിൽ ഉപയോഗിക്കാനായിട്ട്, ഗതികേട് കാലത്ത് ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കും. സോ നമ്മൾ കഴിക്കുന്നതിൽ ഒരുപാട് ട്രൈഗ്ലിസറൈഡും ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവ എടുത്ത് എന്ത് ചെയ്യും? ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കും. സൂക്ഷിച്ചു വെക്കുമ്പോഴാണ് നമ്മൾ പറയുക അയാൾക്ക് പൊണ്ണത്തടിയാണ്. ബിക്കോസ് സ്കിന്നിന്റെ കടിയിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ചേർത്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. സോ അപ്പൊ നമുക്ക് പൊണ്ണത്തടിയൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ലിപ്പോപ്രോട്ടീൻ ലിപ്പേസിന്റെ അളവ് വർദ്ധിപ്പിക്കുക. ഇതിന്റെ എണ്ണം അങ്ങോട്ട് കൂട്ടാൻ തീരുമാനിക്കുകയാണെങ്കിലും, എണ്ണം കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ട്രൈഗ്ലിസറൈഡുകളെല്ലാം വേഗം പൊടിഞ്ഞു പോകും അല്ലെ? വേഗം പൊടിഞ്ഞ് ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറും. ഫ്രീ ഫാറ്റി ആസിഡ് നമുക്ക് എനർജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. സോ ഇങ്ങനെ ചെയ്യുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയുടെ പേരാണ് ഫൈബ്രേറ്റ്സ് എന്നാണ് ഈ പറയുന്ന മരുന്ന്. ഫൈബ്രേറ്റ്സ് ഓർ കൃത്യമായിട്ട് പറഞ്ഞാൽ PPAR, ആൽഫ അഗോണിസ്റ്റ് എന്നാണ്. PPAR എന്തൊക്കെയാണ് ഡയബറ്റീസിലൊക്കെ നമ്മൾ പഠിച്ചു. സോ ഈ മരുന്നുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മരുന്നുകൾ അങ്ങോട്ട് പോയി ന്യൂക്ലിയസിനകത്ത്, ഇവിടെയാണെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇവിടെ, ന്യൂക്ലിയസിന്
ന്യൂക്ലിയസിനകത്തേക്ക് പോയിട്ട് അവിടെ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസിന്റെ എക്സ്പ്രഷൻ കൂടുതലായിട്ടുണ്ടാകും. സോ ന്യൂക്ലിയസിനകത്ത് പോയി ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശം കൂടുതലായിട്ട് കൊടുക്കുന്നു. അതിനെ നമുക്ക് ഇൻക്രീസ്ഡ് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് നമ്മളെ വിളിക്കുക. സോ ഇൻക്രീസ് ലിപ്പോപ്രോട്ടീൻ എൻസൈംസ് ഓർ ആക്ടിവേഷൻ ഉള്ള ലിപ്പോപ്രോട്ടീൻ ലിപ്പേസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം തന്നെ ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോൾസും ആയിട്ട് മാറും. സോ ഏതെല്ലാമാണ് ഫൈബ്രേറ്റ്സ് വിഭാഗം മരുന്നുകൾ? ഫസ്റ്റ് ജനറേഷൻ മരുന്നുകൾ ഉണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ട മരുന്ന് ക്ലോഫിബ്രേറ്റ് ആയിരുന്നു. ക്ലോഫിബ്രേറ്റ് ഇപ്പോൾ ഉപയോഗത്തിലില്ല, ഇത് ബാൻഡ് ആണ്. ബിക്കോസ് അത് ഭയങ്കരമായിട്ട് LDL വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷൻ ദേ ക്യാൻ ഡിക്രീസ് LDL കുറക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് പിന്നീട് നമ്മൾ പറയും. മരുന്നുകളുടെ പേര് ജെം, ഫൈബ്രോസിൽ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ജെം ആണ് ഒരെണ്ണം. ദെൻ ഫെനോഫൈബ്രേറ്റ് ഓർ ഫെനോഫിബ്രേറ്റ് എന്ന് പറയാം. ദെൻ ബിസാഫിബ്രേറ്റ് എന്ന് പറയുന്ന മരുന്ന്. ഈ 3 മരുന്നുകൾ ആണ് ഇപ്പോൾ ഉപയോഗത്തിലുള്ള പ്രധാനപ്പെട്ട മരുന്നുകൾ. സോ ജെംഫിബ്രോസിൽ, ഫെനോഫിബ്രേറ്റ്, ബെനാഫിബ്രേറ്റ് ഈ മരുന്നുകളാണ് PPAR ആൽഫ അഗോണിസ്റ്റ് ഓർ ഫിബ്രേറ്റ്സ് എന്ന് പറയുന്ന മരുന്നുകൾ. സോ ഫിബ്രേറ്റ്സ് എന്താ ചെയ്യുക? ഫിബ്രേറ്റ്സ് ദേ വിൽ ഡിക്രീസ് ദ ട്രൈഗ്ലിസറൈഡ് ലെവൽ. സോ ട്രൈഗ്ലിസറൈഡ് ലെവലാണ് ഫിബ്രേറ്റ്സ് കുറയ്ക്കുക എന്ന് ഓർത്തിരിക്കുക, കൊളസ്ട്രോൾ ലെവൽ അല്ല എന്നും കൂടി ഓർത്തിരിക്കുക. അങ്ങനെ കൈലോമൈക്രോൺസ് ബ്ലഡിലൂടെ യാത്ര ചെയ്ത് തന്റെ കയ്യിലുള്ള മിക്കവാറും എല്ലാ ട്രൈഗ്ലിസറൈഡുകളും, അതിനകത്തുള്ള ട്രൈഗ്ലിസറൈഡുകൾ കുറഞ്ഞ് അകത്ത് കൊളസ്ട്രോൾ മാത്രമായിട്ട് എത്തുന്ന സ്ഥലം, അതിന്റെ പേരാണ് ലിവർ എന്നാണ് നമ്മൾ സോ ലിവറിലെത്തുന്നു. അപ്പൊ ഇവിടെ എത്തുന്ന കൈലോമൈക്രോൺസിന്റെ പേര് കൈലോമൈക്രോൺ റെമനൻസ് എന്നാണ്. ബാക്കിയുള്ള അവശിഷ്ട കൈലോമൈക്രോൺസ് ആയിട്ടാണ് ഇവിടെ എത്തുക. സോ ലിവറിലെത്തുന്നു. ലിവറിലപ്പോ കൊളസ്ട്രോൾ ഉള്ള കൈലോമൈക്രോൺ ആണ് എത്തുക. സോ ഇതാണ് ഭക്ഷണത്തിൽ നിന്ന് ലിവറിലെത്തുന്ന കൊളസ്ട്രോൾ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എത്തുന്ന കൊളസ്ട്രോൾ കൈലോമൈക്രോൺ വഴിയാണ് ലിവറിനകത്ത് എത്തുന്നത്. സോ ഇത് എത്ര ശതമാനം വരുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം ഉണ്ടാക്കുന്ന കൊളസ്ട്രോളിന്റെ ഒരു 15 to 20% മാത്രമാണ് ഈ ഭക്ഷണത്തിൽ നിന്ന് വരുന്നത്. അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ള മൊത്തം കൊളസ്ട്രോൾ 80% ലിവറും മറ്റ് സെല്ലുകളും ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ ആണ് എന്നാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ പറ്റില്ല. കാരണം ലിവർ അഭൂതപൂർവമായ അമിതമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സെല്ലുകൾ കൊളസ്ട്രോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് മാത്രം തടഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ ലിവറും സ്വന്തമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ് നിർത്തിയത്. ഇവിടെ നിന്ന് എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം ഇനി ഇവിടെ നിന്ന് വരുന്നില്ല എന്ന് വിചാരിക്കുക. ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിൽ ലിവർ സ്വന്തമായിട്ട് ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കുന്നുണ്ട്, കൊളസ്ട്രോളും ഉണ്ടാക്കുന്നുണ്ട്. സോ ലിവർ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് അസറ്റൈൽ കോ എ എന്ന് തുടങ്ങുന്ന ഒരു സംഭവത്തിൽ നിന്നാണ്. അസറ്റൈൽ കോ എ എന്ന് പറയുന്ന ഒരു കെമിക്കലിൽ നിന്നാണ് ലിവർ ഉണ്ടാക്കുന്നത്. ഈ അസറ്റൈൽ കോ എ ഒക്കെ എവിടെ നിന്നുണ്ടാകുന്ന വെച്ചാൽ അത് ഗ്ലൂക്കോസിൽ നിന്നൊക്കെ ഉണ്ടാകാം കേട്ടോ. സോ ഗ്ലൂക്കോസ് ഒക്കെ നമ്മൾ അമിതമായിട്ട് കഴിച്ചാൽ, ബേക്കറീസ് ഐറ്റംസ് അമിതമായിട്ടുള്ള മധുരമുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൽ നിന്ന് അസറ്റൈൽ കോ ഉണ്ടാകുന്നു. അസറ്റൈൽ കോയിൽ നിന്ന് നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് അമിതമായിട്ട് കഴിച്ചാലും കൊളസ്ട്രോൾ വർദ്ധിക്കും എന്ന് പറയാനുള്ള കാരണം ഇതാണ്. സോ ലിവർ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഈ പരിപാടിക്ക് നമ്മൾ വിളിക്കുക ഡീനോവോ കൊളസ്ട്രോൾ. ഡീനോവോ ആണ് കൊളസ്ട്രോൾ സിന്തസിസ് എന്നാണ്. ഡീവോനോവോ എന്ന് വെച്ചാൽ പുത്തനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ്, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ ഡീനോവോ സിന്തസിസ് എന്ന് പറയുക. സോ ഇതുണ്ടാക്കാനായിട്ട് തുടക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഉണ്ട്. അതിനെ നമ്മൾ HMG CoA എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിന് ഈ അസറ്റൈൽ കോയ ഒക്കെ കഴിഞ്ഞിട്ടാണ് HMG CoA വരിക. അതിന് മെവലോണേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. മെവലോണേറ്റ് ആക്കി മാറ്റാം. ഇതാക്കാനായിട്ട് HMG CoA റിഡക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ ആവശ്യമുണ്ട്. സോ ഇതാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഓഫ് ദിസ് കൊളസ്ട്രോൾ സിന്തസിസ്. സോ ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ഇൻഹിബിറ്റ് ദിസ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിനെ തടഞ്ഞു കഴിഞ്ഞാൽ ലിവറിൽ നിന്ന് സ്വന്തമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാവുന്നതിന്റെ എമൗണ്ട് കുറയും. നമുക്കറിയാം 80% ലിവറിൽ നിന്നുണ്ടാവുന്ന കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞു. സോ അപ്പൊ അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ ഇതാണ്, HMG CoA റിഡക്ടേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഇതിനെ തടയുന്ന മരുന്നുകളാണ് അടുത്ത മരുന്നുകൾ. സോ HMG CoA റിഡക്ടേസിന് തടയുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ സിന്തസിസ് കുറയും. ബ്ലഡിൽ കൊളസ്ട്രോൾ കുറയുമ്പോഴത്തേക്കും ലിവറിനകത്ത് മറ്റ് പല പ്രോട്ടീൻസ് എക്സ്പ്രഷൻസ്, ഉദാഹരണത്തിന് LDL റിസപ്റ്റേഴ്സ് ഒക്കെ കൂടും. സോ ബ്ലഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വലിക്കും. സോ ആ മെക്കാനിസം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് HMG CoA റിഡക്ടേസ് പറയുമ്പോൾ പറയാം. സോ HMG CoA റിഡക്ടേസ് മരുന്നുകളാണ് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന മരുന്നുകൾ, ഏത് നാട്ടുകാർക്കും അറിയാവുന്ന മരുന്നുകൾ. അവരുടെ പേര് സ്റ്റാറ്റിൻസ് എന്നാണ്. സ്റ്റാറ്റിൻസ് എല്ലാ മരുന്നുകളുടെ പേര് അവസാനിക്കുന്ന സ്റ്റാറ്റിൻസ് ആണ്. സോ ഇതിൽ 50% കൂടുതൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിവുള്ള മരുന്നുകളാണ് അറ്റോർവാ സ്റ്റാറ്റിൻ അങ്ങനെ എഴുതിയാൽ മതി. ദെൻ റോസുവ സ്റ്റാറ്റിൻ. ഇത് രണ്ടിനും 50% അധികം കുറയ്ക്കാം. പിന്നെ ചില മരുന്നുകൾ 30 to 50%. നമ്മൾ ഉപയോഗിക്കുന്ന പരമാവധി ഡോസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറയുന്ന എമൗണ്ട് ആണ്. ലോവ സ്റ്റാറ്റിൻ എഴുതുക. പ്രാവ സ്റ്റാറ്റിൻ
സ്റ്റാറ്റിൻ എഴുതുക. ഫ്ലൂവ സ്റ്റാറ്റിൻ എഴുതുക. ദെൻ ഏറ്റവും നമുക്ക് കേട്ട് പരിചയമുള്ളത് സിംവ ആയിരിക്കും. സിംവ സ്റ്റാറ്റിൻ ആണ് ഏറ്റവും ലോക്കൽ. പിന്നെ ഉള്ള പറഞ്ഞത് പിറ്റാവ സ്റ്റാറ്റിൻ ഉണ്ട്. ഓക്കെ. സോ കുറച്ച് കൊളസ്ട്രോൾ നമുക്ക് കുറച്ചാൽ മതിയെങ്കിൽ, നമുക്ക് അതിന്റെ മൈൽഡ് കുറച്ചാൽ മതിയെങ്കിൽ നമുക്ക് ലോവാസ്റ്റാറ്റിനോ അല്ലെങ്കിൽ പ്രാവാസ്റ്റാറ്റിനോ സിംവാസ്റ്റാറ്റിനോ ഫ്ലൂവാസ്റ്റാറ്റിനോ ഒക്കെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ഇതിൽ ഏറ്റവും പൊട്ടന്റ്, ഇത്രയും പറഞ്ഞ മരുന്നുകളിൽ ഏറ്റവും പൊട്ടന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റാവാസ്റ്റാറ്റിൻ ആണ്. പിറ്റാവാസ്റ്റാറ്റിൻ 2 മില്ലിഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര എഫക്ട് കിട്ടുന്ന മരുന്ന്. സോ മോസ്റ്റ് പൊട്ടന്റ് സ്റ്റാറ്റിൻ ഈസ് പിറ്റാവാസ്റ്റാറ്റിൻ ആണ്. സോ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ എന്ന് പറഞ്ഞ് സാധാരണ അളവ് നോക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവല്ല, LDL ആണ് നമ്മൾ സാധാരണ നോക്കുന്നത്. സോ LDL-നകത്താണ് കൊളസ്ട്രോൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ LDL നോക്കുന്നത്. എന്താണ് LDL എന്നൊക്കെ നമ്മൾ പുറകെ പറയാം. അപ്പൊ ലിവറിൽ നീ കൊളസ്ട്രോൾ ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന മരുന്നുകളാണ് HMG കോയെ റിഡക്ടേസ് മരുന്നുകൾ. അത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി ആരെങ്കിലും ലിവറിൽ നീ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന മരുന്നുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മരുന്നുണ്ട്. ദ ഡ്രഗ്സ് വിച്ച് ഇൻഹിബിറ്റ് ട്രൈഗ്ലിസറൈഡ് സിന്തസിസ് ഇൻ ലിവർ. ആ മരുന്നിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാകും. നിയാസിൻ എന്നാണ് ആ മരുന്നിന്റെ പേര്. ഈ മരുന്ന് കേട്ടില്ലെങ്കിൽ വൈറ്റമിൻ B3 എന്നെങ്കിലും ആളുകൾ കേട്ടിട്ടുണ്ടാകും. സോ വൈറ്റമിൻ B3 എന്ന് വിളിക്കാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ ഭയങ്കര വൈറ്റമിൻ B3 ഒക്കെ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് മതി. ഇത് നമ്മൾ 2 to 6 ഗ്രാം ഒക്കെയാണ് കഴിക്കുക. ഓക്കെ. സോ വളരെ ഉയർന്ന എമൗണ്ടിൽ നമ്മൾ കഴിക്കുന്നതാണ് നിയാസിന്റെ പണി. നിയാസിൻ ഇൻഹിബിറ്റ് ഹെപ്പാറ്റിക് ട്രൈഗ്ലിസറൈഡ് സിന്തസിസ്. ലിവറിനകത്ത് ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കുന്നത് തടയുക എന്നുള്ളതാണ് നിയാസിന്റെ ഒരു പണി, ഒരു വർക്ക്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി രണ്ടാമത് നിയാസിൻ ഇപ്പൊ അഡിപ്പോസ് ടിഷ്യൂവിൽ പോയിട്ട്, അഡിപ്പോസ് ടിഷ്യൂവിൽ ഇങ്ങനെ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് പോയിട്ട് അതിനെ ഇടിച്ചു പിടിച്ച് വീണ്ടും ഇങ്ങനെ ഫ്രീ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾ ആക്കുന്ന പരിപാടി ഉണ്ട്. അതിനെ നമ്മൾ ലിപ്പോലൈസിസ് എന്ന് പറയും. ഈ ലിപ്പോലൈസിസും തടയുന്നുണ്ട്. സോ 2 രീതിയിലും ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കുന്നതും തടയുന്നുണ്ട്, ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് പുറത്തു വരുന്നതും ഇടിച്ചു പൊടിച്ചുണ്ടാക്കുന്നതും തടയുന്നുണ്ട്. സോ 2 രീതിയിലും അപ്പോൾ ദിസ് ക്യാൻ റെഡ്യൂസ് ട്രൈഗ്ലിസറൈഡ് ലെവൽ. സോ നിയാസിൻ ക്യാൻ റെഡ്യൂസ് ദ ട്രൈഗ്ലിസറൈഡ് ലെവൽ ഇൻ ദ. ഇതിന് ട്രൈഗ്ലിസറൈഡും ലെവലും കുറയ്ക്കാം ഓൾറെഡി. അതിനൊപ്പം തന്നെ കൊളസ്ട്രോളിന്റെ എമൗണ്ടും കുറയ്ക്കാം. രണ്ടും കുറയ്ക്കുന്ന മരുന്നാണ്. ഇനി നിയാസിന് വേറെയും ഒരുപാട് ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിയാസിൻ ആണ് ഏറ്റവും കൂടുതൽ HDL ഉയർത്തുന്ന മരുന്ന്. ദ മോസ്റ്റ് HDL ഇൻക്രീസ് മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയാസിൻ ആണ് അത് ചെയ്യുന്നത്. അപ്പോ A1 ഡീഗ്രഡേഷൻ വഴിയാണ്. അപ്പോ A1 എന്തൊക്കെയാണ് നമ്മൾ നിയാസിൻ പഠിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് അവിടെ പറയാം. ഓക്കെ. സോ ബ്ലഡിലെ HDL ഏറ്റവും അധികം ഉയർത്തുന്ന മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല HDL ആണെന്ന് നമുക്കറിയാം. അത് ഉയർത്തുന്ന മരുന്ന് കൂടിയാണ് നിയാസിൻ. അപ്പൊ എത്രാമത്തെ മരുന്നായി? 3. 4ാമത്തെ ഗ്രൂപ്പ് ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ലിവർ കഷ്ടപ്പെട്ട്, ലിവർ ഇങ്ങനെ വരയ്ക്കാം. ലിവർ വരയ്ക്കുമ്പോൾ എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും. ഓക്കെ. ലിവർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ലിവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കി, കൊളസ്ട്രോൾ ഉണ്ടാക്കി. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഭക്ഷണത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കൊളസ്ട്രോൾ കിട്ടിയിട്ടുണ്ട്, ട്രൈഗ്ലിസറൈഡ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇതെന്ത് ചെയ്യും? സോ ഇങ്ങനെ ഉണ്ടാക്കിയ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും എല്ലാം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കണം അല്ലെ. ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. സോ ഇത് എത്തിക്കാനായിട്ട് ലിവർ ഇനി അവിടെ എത്തിക്കണം. ലിവറിൽ എത്തിക്കണമെങ്കിൽ നമുക്കറിയാം ഇവിടെയും പ്രശ്നം എന്താണ്? ബ്ലഡിൽ ഇത് അലിയില്ല, വെള്ളത്തിൽ അലിയില്ല. അപ്പൊ ബ്ലഡിലേക്ക് വെറുതെ വിടാൻ പറ്റില്ല. സോ ലിവർ എന്ത് ചെയ്യണം? വീണ്ടും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തെങ്കിലും പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവത്തിന്റെ പേരാണ് VLDL. സോ വീണ്ടും ട്രൈഗ്ലിസറൈഡ് എടുക്കുന്നു, അത് ഇതിനകത്ത് പാക്ക് ചെയ്യുന്നു. കൊളസ്ട്രോൾ എല്ലാം ഇതിനകത്ത്, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഒക്കെ പാക്ക് ചെയ്ത് ഇതിനകത്ത് വീണ്ടും നിറച്ചു വെക്കുകയാണ്. എന്നിട്ട് VLDL, നേരത്തെ വന്നത് കൈലോമൈക്രോൺസ് ആണ്, അത് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്നതാണ്. ലിവറിൽ നിന്ന് പോകുന്നത് VLDL ആയിട്ടാണ്, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. സോ അതിനകത്ത് ട്രൈഗ്ലിസറൈഡും ഒരുപാടുണ്ട്, കൊളസ്ട്രോളും ഒരുപാട്. സോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിന് തടാൻ പറ്റിയ മരുന്നുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മരുന്നുണ്ട്. നീ VLDL ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന മരുന്നാണ്, ഫേമസ് ആണ്. omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്ന മരുന്നുകൾ ഇതാണ് ചെയ്യുന്നത്. സോ ദേ ഡിക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് VLDL. VLDL ഉണ്ടാക്കുന്നത് തടയുന്നു. ഏതെല്ലാമാണ് മരുന്ന് വെച്ചാൽ എയ്കോസ പെന്റനോയിക് ആസിഡ് ആണ് ഒരെണ്ണം, ദെൻ ഡോക്കോസ ഹെക്സാഇനോയിക് ആസിഡ് ആണ് മറ്റൊരു. സോ ഇത് രണ്ടുമാണ് omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. എയ്കോസ പെന്റനോയിക് ആസിഡ് ഇപ്പോൾ കുറച്ചും കൂടി മോഡിഫൈഡ് രൂപത്തിൽ ഐകോസാപെൻഡ് എന്ന പേരിൽ കൂടി അവൈലബിൾ ആണ്. സോ ഈ മരുന്നുകൾ ഇത് ഫിഷ് ഓയിൽസിലൊക്കെ കിട്ടുന്നതാണ് omega-3 ഫാറ്റി ആസിഡ്. സോ അത് VLDL ആക്കി ഉണ്ടാക്കുന്നത് തടയുന്നു. സോ ബ്ലഡിലേക്ക് കൊളസ്ട്രോളും സംഭവങ്ങളൊന്നും പോകുന്നില്ല. ഇനി ലിവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ട്രൈഗ്ലിസറൈഡ് എടുത്തിട്ട് VLDLന്റെ അകത്തേക്ക് കുത്തിക്കയറ്റണമെങ്കിൽ, അകത്തേക്ക് കയറ്റി വെക്കണമെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഇവിടെ ഒരു പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. ഈ പ്രോട്ടീന്റെ പേരാണ് MTP പ്രോട്ടീൻ എന്നാണ് ഈ പ്രോട്ടീന്റെ പേര്. മൈക്രോസോമൽ ട്രൈഗ്ലിസറൈഡ് ട്രാൻസ്ഫർ പ്രോട്ടീൻ എന്നാണ് ഈ പ്രോട്ടീന്റെ പേര്. ഈ പ്രോട്ടീനെ നമ്മൾ ഒരു മരുന്ന് ഉപയോഗിച്ച് തടയാന്ന് വെച്ചു. തടഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറ്റുക? ട്രൈഗ്ലിസറൈഡ് അകത്തേക്ക് എത്തില്ല. ട്രൈഗ്ലിസറൈഡ് അകത്തേക്ക് ഇല്ലെങ്കിൽ VLDL ഇല്ല. സോ ഇങ്ങനെയുള്ള മരുന്നുണ്ടോ MTP പ്രോട്ടീനെ തടയുന്ന? MTP
MTP പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള മരുന്നിന്റെ പേര് ലോമിറ്റാപ്പൈഡ് എന്ന് പറയുന്ന മരുന്നാണ്. ലോമിറ്റാപ്പൈഡ് ഇതൊക്കെ അപ്രൂവ്ഡ് മരുന്നുകളാണ്. ലോമിറ്റാപ്പൈഡ് ഈസ് എ MTP പ്രോട്ടീൻ ഇൻഹിബിറ്റർ. സോ ട്രൈഗ്ലിസറൈഡ് ഉള്ള VLDL ഇല്ല. സോ ബ്ലഡിൽ സംഭവങ്ങൾ എത്തുന്നില്ല, ഇല്ലാതെയാകുന്നു. അപ്പോൾ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പ് ബ്ലഡിനകത്ത് കുറയും. സോ അപ്പൊ ഇത് 5ാമത്തെ ഗ്രൂപ്പ് മരുന്നായി, ഇത് 6ാമത്തെ ഗ്രൂപ്പ് മരുന്നായി. ഇനി ലിവറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ടാക്കിയിട്ട് ലിവർ കൊളസ്ട്രോൾ ബ്ലഡിലേക്ക് ഉറവിടുന്നുണ്ട്. അതല്ലാതെ ലിവർ ഇത് വെച്ചിട്ട് വേറെ ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ പേര് ബൈൽ ആസിഡ്സ്. ഈ ബൈൽ ആസിഡ്സ് ബൈൽ സോൾട്സ് ആക്കുന്നു. എന്നിട്ട് എങ്ങോട്ടൊക്കെ വിടുക? അത് വിടുന്നത് ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ഇൻറ്റസ്റ്റൈനിലേക്ക് വിടുന്നത്. ഇൻറ്റസ്റ്റൈനിൽ എന്താ പരിപാടി? അത് ഫാറ്റിനെ സോലുബിലൈസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് വിടുന്നു. പക്ഷെ ഇത് തിരിച്ചു പോയി ഇവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും തിരിച്ച് ലിവറിലേക്ക് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. സോ ലിവർ കൊളസ്ട്രോളിൽ നിന്ന് ബൈൽ ആസിഡ്സും സോൾട്സും ഉണ്ടാക്കുന്നു. അതുവേ അലിയിപ്പിക്കുന്നു, ഫാറ്റിനെ അലിയിപ്പിക്കുന്നു, അബ്സോർപ്ഷൻ സഹായിക്കുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചെടുക്കും. അപ്പൊ നമ്മൾ ഈ തിരിച്ചെടുക്കൽ അങ്ങ് തടയാലോ. ഈ തിരിച്ചെടുക്കുന്നതിന്റെ പേര് എൻറ്ററോ ഹെപ്പാറ്റിക് റീസൈക്ലിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ വെച്ചിട്ട് ഈ ബൈൽ ആസിഡ്സിനെ നമ്മൾ എന്നേക്കുമായി നശിപ്പിച്ചിട്ട് നമ്മൾ മോഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫീസസിലൂടെ പാസ് ചെയ്യുകയാണെങ്കിലോ മലത്തിലൂടെ പാസ് ചെയ്ത് വിടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ ലിവറിൽ നിന്ന് കൊളസ്ട്രോൾ നിറയുള്ള കൊളസ്ട്രോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കേണ്ടി വരും, തിരിച്ചു വരുന്നില്ല. സോ കുറെ കൊളസ്ട്രോൾ നമുക്ക് ബ്ലഡിലേക്ക് വരുന്ന കൊളസ്ട്രോളുകളെ നമുക്ക് ഈ മാർഗത്തിലൂടെ തള്ളിവിടാൻ പറ്റും. സോ അങ്ങനെയുള്ള മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന. സാധാരണ അവയെ നമ്മൾ വിളിക്കുക റെസിൻസ് എന്നാണ് വിളിക്കുക. റെസിൻസ് ഓർ ടെക്നിക്കൽ പേര് വിളിച്ചു കഴിഞ്ഞാൽ ബൈൽ ആസിഡ് സെക്വസ്ട്രൻസ് എന്നാണ് വിളിക്കുക. ബൈൽ ആസിഡ് സെക്വസ്റ്ററൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന മരുന്നുകളാണ് ബൈൽ ആസിഡ്സ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അതിനെ ബൈൽ ആസിഡ്സിനെ നമ്മൾ കൊടുക്കുന്ന മരുന്ന് കട്ട പിടിപ്പിക്കുന്നു. എന്നിട്ട് ഫീസസിലൂടെ മലത്തിലൂടെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. സ്റ്റൂളിലൂടെ പുറത്തേക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും പോയിട്ട് അത് കൊളസ്ട്രോൾ ആകാനുള്ള സാധ്യതയില്ല. സോ കൊളസ്ട്രോളിന്റെ എമൗണ്ട് ലിവറിനകത്ത് കുറയ്ക്കാം. മൊത്തത്തിൽ ഇവിടെ കുറയുമ്പോഴത്തേക്കും ലിവറിനകത്ത് വീണ്ടും കൊളസ്ട്രോൾ കൂടുതലായിട്ട് നമുക്ക് കൊളസ്ട്രോൾ LDL റിസപ്റ്റേഴ്സ് ഒക്കെ കൂടുതലായിട്ട് വരും. സോ ഏതാണ് ആ മരുന്നുകൾ? റെസിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെസിൻസിന്റെ പേരുകൾ ഒന്ന് കോളിസ്റ്റൈറമിൻ എന്നാണ്. കോളിസ്റ്റൈറമിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ദെൻ കോളിസ്റ്റിപ്പോൾ എന്ന് പറയുന്ന മരുന്ന്. സോ ഇത് രണ്ടും പൊടിയായിട്ടാണ് നമ്മൾ കൊടുക്കുക. കലക്കി കൊടുക്കുന്ന പൊടിയാണ്. അപ്പോഴത്തേക്ക് ഇത് ഇവിടെ ചെല്ലുന്നു, ഒട്ടിപ്പിടിക്കുന്നു, അപ്പുറത്തേക്ക് പോകും. ദെൻ പിന്നെ ഒരു ഗുളികയായിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്നുണ്ട് കോളിസെവാലം എന്ന് പറയുന്ന ഒരു മരുന്ന്. അത് ടാബ്ലറ്റ് ആയിട്ട് അവൈലബിൾ. സോ ഇതെല്ലാം തന്നെ ബൈൽ ആസിഡ് സെക്വസ്റ്ററന്റ് ആണ്. നേരത്തെ ഉണ്ടായിരുന്നതാണ് പ്രൊബുക്കോൾ എന്ന് പറയുന്ന മരുന്ന്, ഇപ്പൊ ഉപയോഗത്തിലില്ല. പിന്നെ ഒരു ആയുർവേദത്തിലേക്കുള്ള ഒരു മരുന്നാണ് ഗുലിപ്പിഡ്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു മരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഉപയോഗത്തിലില്ല. ബിക്കോസ് അതിന്റെ ഒന്നും എഫക്റ്റീവ്നെസ് കൃത്യമായിട്ട് അറിയില്ല. കുറച്ചൊക്കെ എഫക്റ്റീവ് ആണ്. ഓക്കെ, നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. സോ 3 മരുന്നുകൾ കോളിസ്റ്റാറമിൻ, കോളിസ്റ്റിപ്പോൾ, കോളിസിവാലം പോലെയുള്ളത് ബൈൽ ആസിഡ് സെക്വസ്ട്രൻസ് ഓർ ബൈൽ ആസിഡ്സുമായിട്ട് ഒട്ടിച്ചേർന്നിട്ട് അവയെ സ്റ്റൂളിലൂടെ നശിപ്പിക്കുകയാണ്. അപ്പം സോ 7ാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്നാണ് ബൈൽ ആസിഡ് സെക്വസ്ട്രൻസ്. അപ്പോൾ നമുക്ക് ലിവറിൽ നിന്ന് കൊളസ്ട്രോൾ ഉണ്ടാക്കി, ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇതെല്ലാം ഇപ്പൊ പാക്ക് ചെയ്ത് VLDL ആക്കി രക്തത്തിലൂടെ അങ്ങ് പറഞ്ഞു വിടുക. VLDL ആക്കി പറഞ്ഞു വിട്ടു. സോ VLDL എല്ലാവർക്കും ട്രൈഗ്ലിസറൈഡ് അങ്ങ് കൊടുക്കും. VLDL എല്ലാവർക്കും ട്രൈഗ്ലിസറൈഡ് കൊടുക്കും. സെയിം ലൈക്ക് കൈലോമൈക്രോൺ. കൈലോമൈക്രോൺ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വന്നാണെങ്കിൽ ഇത് ലിവറിൽ നിന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ട്രൈഗ്ലിസറൈഡ് ആണ്. അതുകൊണ്ട് ലിവറിൽ നിന്ന് സെയിം ലൈക്ക് കൈലോമൈക്രോൺസ് VLDL എല്ലാവർക്കും ട്രൈഗ്ലിസറൈഡ് കൊടുക്കും. എല്ലാവർക്കും കൊടുത്ത് VLDLന്റെ ഇപ്പൊ VLDL ഇത്രയായിരുന്നു നേരത്തെങ്കിൽ ഇപ്പൊ അത് ചുരുങ്ങി വളരെ ചെറുതായി, കുറച്ചും കൂടി ചെറുതായി. അപ്പൊ അത് IDL ആയി, ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആയിട്ട് ചുരുങ്ങി. ഇനി ഇതൊന്നും കൂടി ഒന്ന് ബ്ലഡിലൂടെ ലിവറിലൂടെ ഒന്ന് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും അവയുടെ പേര് നൗ ഇറ്റ് ഈസ് LDL. ഇപ്പൊ ഇതിനകത്ത് ഓൺലി കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ. കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. നോ VLDL. ഓർ ഉണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവമായിട്ട് വളരെ കുറച്ച് മാത്രമേ VLDL അതിനകത്തുള്ളൂ. സോ LDLനകത്ത് ഇപ്പോൾ ഉള്ളത് ഓൺലി കൊളസ്ട്രോൾ മാത്രം. സോ LDLൽ കൊളസ്ട്രോൾ മാത്രമാണ് എന്ന് നമുക്ക് പറയാം. സോ LDLൽ കൊളസ്ട്രോൾ ഉണ്ട്. സോ കൊളസ്ട്രോൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ LDLന് എത്തിക്കാം. സാധാരണ രീതിയിൽ ഇത് ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ലിവർ അമിതമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമിതമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ അമിതമായിട്ട് LDL ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും? LDL എല്ലാവർക്കും കൊളസ്ട്രോൾ കൊടുത്ത് അവസാനം കൊളസ്ട്രോൾ കൊടുത്തിട്ടും തീരാതെ വരുമ്പോൾ ആവശ്യമില്ലാത്ത ആൾക്കാർക്കും എല്ലാം വഴിയെ പോകുന്നവർക്ക് എല്ലാവർക്കും കൊളസ്ട്രോൾ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊളസ്ട്രോൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് LDL പെരുമാറും. സോ LDL എന്ന് പറയുന്നത് ഈസ് എ പൂൾ ഓഫ് കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ്. സോ പൂൾ ഓഫ് കൊളസ്ട്രോൾ, ബ്ലഡിനകത്തുള്ള കൊളസ്ട്രോളിന്റെ ഒരു പൂൾ ഓഫ് കൊളസ്ട്രോൾ ആണ് LDL എന്ന് നമ്മൾ പറയുന്നത്. സോ LDL വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്ലഡിൽ കൊളസ്ട്രോൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. സോ LDL ഈസ് ജസ്റ്റ് എ പ്രോട്ടീൻ വിച്ച് ക്യാരീസ് ബട്ട് ഇൻസൈഡ് ഇറ്റ് ഈസ് കൊളസ്ട്രോൾ ആണ് നിറയെ ഉള്ളത്. സോ എന്ത് ചെയ്യും? കൂടുതൽ കൊളസ്ട്രോൾ ആയി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറെയൊക്കെ സ്കിന്നിൽ കൊണ്ടുപോയി
ഡെപ്പോസിറ്റ് ചെയ്യും. അമിതമാണല്ലോ, സ്കിന്നിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ നമ്മൾ വിളിക്കുക സാന്തോമാസ് എന്ന. സ്കിന്നിൽ മഞ്ഞ കളറൊക്കെ ആയിരിക്കും പല സ്ഥലത്ത്. കണ്ണിനടിയിൽ, കണ്ണിന്റെ പീളയുടെ മുകളിൽ കുറെ ഡെപ്പോസിറ്റ് ചെയ്യും. കൊളസ്ട്രോൾ കൊണ്ട് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ അതിനെ സാന്തോലാസ്മ എന്നാണ് വിളിക്കുക. സാന്തോലാസ്മ. കണ്ണിന്റെ പീലയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊളസ്ട്രോൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ദെൻ ലിവറിൽ കൊണ്ട് കുറെ ഡെപ്പോസിറ്റ് ചെയ്യും. ലിവറിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറ്റോസിസ് എന്നാണ് അതിന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സഹിക്കാം. പക്ഷെ ഇതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഉയർന്ന ബ്ലഡ് പ്രഷർ ഉള്ള ആൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ രക്തക്കുഴലുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള ഇവിടെയുള്ള എൻഡോത്തീലിയൽ സെൽ. സോ ഇങ്ങനെയുള്ള എൻഡോത്തീലിയൽ സെൽസ്, ഞാനിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് രക്തക്കുഴലാണെങ്കിൽ ഈ എൻഡോത്തീലിയൽ സെൽസിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാം. ഇവിടെ വന്ന് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകും. സോ രക്തക്കുഴലിന് ചുറ്റുമുള്ള എൻഡോത്തീലിയൽ സെൽസിന്റെ ഇവിടെ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. ഇവിടെ ഇങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേക്കും രക്തത്തിലുള്ള മാക്രോഫേജസ് എന്ന് പറയുന്ന, മാക്രോഫേജസ് WBC ആണ്, അത് ഇവിടെ എത്തും. എന്താണ് പ്രശ്നം നോക്കാനായിട്ട് അണ്ണൻ ഇവിടെ എത്തും. അണ്ണൻ ഇയാളെ സാധാരണ മാക്രോഫേജ് ഭക്ഷിക്കും. സോ ഇത് ഓക്സിഡൈസ്ഡ് LDL ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്സിഡൈസ്ഡ് LDL ബിക്കോസ് ഓഫ് സം, മൊത്തം റിയാക്ഷൻ എന്ന് പറയുന്നില്ല, സൂപ്പർ ഓക്സൈഡോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. സോ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ദീസ് മാക്രോഫേജസ് ബിക്കം ഫോം സെൽസ് ആയിട്ട് മാറും. ഫോം സെൽസ്. സോ മാക്രോഫേജസ് ഇവിടെ ഇങ്ങനെ ഫോം സെൽസ് ആയിട്ട് മാറുകയും പിന്നീട് കൂടുതൽ LDL വന്നടിയാനും അവിടെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ വന്നടിയാനും, രക്തക്കുഴൽ ഇതപ്പതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അടിഞ്ഞ് അവസാനം രക്തക്കുഴലിന്റെ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതീറോമ ഫോർമേഷൻ ഓർ അതീറോസ്ക്ലീറോസിസ് ഉണ്ടാകും. സോ ഇതാണ് കൊളസ്ട്രോൾ കൂടിയാലുള്ള ഏറ്റവും വലിയ പ്രശ്നം. സ്കിന്നിൽ സ്കാന്തോമ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാമായിരുന്നു. ഇങ്ങനെ അതീറോമ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളെയാണ് ASCVD എന്ന് പറയുന്നത്. അതീറോസ്ക്ലീറോസിസ് റിലേറ്റഡ് കാർഡിയോവാസ്കുലാർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ഡിസീസസ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ACVD. ഏതൊക്കെയാണ് ACVD എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക്, ബ്രെയിനിൽ ഉണ്ടാകുന്ന സ്ട്രോക്ക് ACVD ആണ്. ട്രാൻസിയന്റ് ഇഷീമിക് അറ്റാക്സ് ഉണ്ടാകുന്നത് ACVD ആണ്. MI, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന MI ACVD ആണ്. ദെൻ അൻജൈന പോലെയുള്ള പ്രശ്നങ്ങൾ. ഒന്നുമില്ലെങ്കിൽ കാലിന്റെ ഇങ്ങോട്ടേക്ക് വന്ന് ബ്ലഡ് വെസൽസ് കയറി തടഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസസ് ഉണ്ടാക്കാം. സോ ഇങ്ങനെ രക്തക്കട്ടകൾ കൂടുതലായിട്ട് ഇവിടെ പല പ്രശ്നങ്ങളായി മാറുന്ന പ്രശ്നമുണ്ടാക്കാൻ കാരണം ബിക്കോസ് ഓഫ് ദിസ് ഇൻക്രീസ്ഡ് LDL കൂടുകയും LDL ഓക്സിഡൈസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് നമ്മൾ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക. സോ LDLന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്ന LDL ആർക്ക് വേണമെങ്കിലും കൊളസ്ട്രോൾ കൊടുക്കും. LDL കൊളസ്ട്രോൾ കൊടുക്കുന്ന ഒരു ഡോണർ ആണ്. അപ്പൊ നമുക്ക് ഈ ലിവറിൽ നിന്ന് LDL ഉണ്ടാക്കുന്നതൊന്ന് കുറച്ചാലോ? അങ്ങനെ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മരുന്ന് ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പുതിയൊരു മരുന്നാണ്. ആ മരുന്നിന്റെ പേര് ബെംപെഡോയിക് ആസിഡ്. ബെംപെഡോയിക് ആസിഡ് കൊളസ്ട്രോൾ സിന്തസിസ് കുറയ്ക്കുന്നു, LDL കൊളസ്ട്രോൾ സിന്തസിസ് കുറയ്ക്കും. അത് ആക്ട് ചെയ്യുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് സിട്രേറ്റ് ലയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിനെ തടയുന്ന ഒരു മരുന്നാണ് ബെംപെഡോയിക് ആസിഡ്. സോ ഇത് തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവസാനം LDL സിന്തസിസ് കുറയുന്നു. സോ പുതുതായിട്ട് ഒരു മരുന്നാണ്. സോ ഇറ്റ് ഹാസ് നോ എഫക്ട് ഓൺ ട്രൈഗ്ലിസറൈഡിലൊന്നും യാതൊരു എഫക്ട് ഇല്ല. ഓൺലി ഓൺ LDL കുറയ്ക്കാനായിട്ട്. LDL എത്ര കുറയ്ക്കുന്നു വെച്ചാൽ ഒരു 15 to 18% വരെ LDL കുറയ്ക്കുന്ന എഫക്റ്റ് ഉള്ള മരുന്നാണ്. അപ്പോൾ സ്റ്റാറ്റിൻസിന്റെ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയില്ല, ഒരുമിച്ച് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ പുതിയൊരു മരുന്നാണ് ബെംപെഡോയിക് ആസിഡ് എന്ന് പറയുന്ന മരുന്ന്. LDL സെക്രീഷൻ കുറയ്ക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ LDL ഇങ്ങനെ പോകുന്ന വഴിയിലെല്ലാം എല്ലാ സെല്ലുകളിലും ഇങ്ങനെ കൊളസ്ട്രോൾ കൊടുത്തു പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ചോദിച്ചാൽ, രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് HDL എന്ന് പറയുന്ന ലിപ്പോപ്രോട്ടീൻ. HDLന്റെ പണി എവിടെയെങ്കിലൊക്കെ സെല്ലുകളിൽ കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുക, അവിടെ പോയി അതിനെ പിടിച്ചെടുക്കുക. ഈ HDL അതിനെ പിടിച്ചെടുത്ത് തിരിച്ച് ബ്ലഡിലേക്ക് കൊണ്ട് ഇവിടെ പോവുക, അവിടെ പോയി പിടിച്ചെടുക്കുക, തിരിച്ചെടുത്ത് ബ്ലഡിലേക്ക് കൊണ്ടുവന്നിട്ട് എവിടെ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ LDLലേക്ക് നോക്കും. LDL കൊളസ്ട്രോൾ കുറവാണെങ്കിൽ അയാൾക്ക് കുറച്ച് കൊടുക്കും, അവിടെ നിറയ്ക്കും. IDL ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനിൽ കൊളസ്ട്രോൾ കുറവാണെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കും. ഇല്ല ഇവിടെയൊക്കെ ഉണ്ട് എങ്കിൽ വീണ്ടും ലിവറിലേക്ക് പോകും. സോ ലിവറിൽ കൊണ്ട് കൊളസ്ട്രോൾ കൊടുക്കും. സോ HDLന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDL ഈസ് നേരെ ഓപ്പോസിറ്റ് ആണ് LDL ചെയ്യുന്ന റിവേഴ്സ് ട്രാൻസ്പോർട്ട് ഓഫ് കൊളസ്ട്രോൾ ആണ്. സോ റിവേഴ്സ് ട്രാൻസ്പോർട്ടിംഗ് ഓഫ് കൊളസ്ട്രോൾ ചെയ്യുന്ന സെല്ലുകളിൽ നിന്ന് വീണ്ടും ഫൈനലായിട്ട് കൊളസ്ട്രോൾ എത്തിക്കുന്ന പണിയാണ് HDL എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് HDL
ആണ് നല്ലത്. കാരണം HDL ഏതെങ്കിലും ചിലപ്പോൾ ബ്ലഡ് വെസൽസിൽ ഇവിടെ അത്തീറോമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ കൊളസ്ട്രോൾ എടുത്ത് നേരെ ലിവറിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്ന് എടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. മറ്റു സെല്ലിൽ നിന്ന് ബ്ലഡ് വെസൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ നേരെ ലിവറിലേക്ക് HDL കൊണ്ടുപോകുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ നമ്മൾ HDL ഈസ് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. HDL ഗുഡ് കൊളസ്ട്രോളും LDL ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നതും നമ്മൾ അതുകൊണ്ടാണ്. സോ HDL വർദ്ധിച്ചു കഴിഞ്ഞാൽ സെൽസിൽ നിന്ന് കൊളസ്ട്രോൾ ഇവിടെ അടിഞ്ഞുകൂടുന്നത് തടയും. എല്ലാം രക്തക്കുഴലൊന്നും മറ്റേതുപോലെ അതിറോമ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ ഇതിന് HDL എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ് CETP എന്നാണ് ആ പ്രോട്ടീന്റെ പേര്. ഈ CETP എൻസൈം ഇതൊരു എൻസൈമാണ്. ഈ എൻസൈം ഉപയോഗിച്ചിട്ടാണ് ഈ റിവേഴ്സ് ട്രാൻസ്പോർട്ട് നടത്തുക. സോ അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് തടഞ്ഞു നോക്കിയാലോ എന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, ഇതിനെ ഇൻഹിബിറ്റ് ചെയ്ത മരുന്നുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെയല്ല സംഭവം നടന്നത്. LDLന്റെ അവസ്ഥ കൂടുതലാവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള മരുന്നുകൾ അനാസിട്രാപിബ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടായിരുന്നു. ദെൻ ടോർസിട്രാപിബ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അത് പിൻവലിക്കേണ്ടി വന്നു. സോ CETP ഇൻഹിബിറ്റേഴ്സ് നമുക്ക് ഈ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റില്ല. സോ നമ്മൾ ഇതൊരു 8 ഗ്രൂപ്പ് ഓഫ് മരുന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത് രണ്ടും ബാൻഡ് ആണ്, ദോഷഫലങ്ങൾ മൂലം ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നാണ്. സോ ബ്ലഡിൽ ഇപ്പൊ LDL ഇങ്ങനെ ഉണ്ട്, LDL ബ്ലഡിലുണ്ട്. സോ ഇതിനെ നമുക്ക് ലിവറിലേക്ക് തിരിച്ചെത്തിക്കണം അല്ലെ. LDLനെ നമുക്ക് ലിവറിലേക്ക് തിരിച്ചെത്തിക്കും. സോ ലിവറിനകത്ത് ധാരാളം LDL റിസപ്റ്റേഴ്സ്, ഇതിന് നമ്മൾ LDL റിസപ്റ്റേഴ്സ് ഇങ്ങനെ വന്ന് ഇത് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റും. സോ ലിവറിനകത്ത് ഒരു എൻസൈം ഉണ്ട്, പേര് PCSK9 എന്നാണ് ഇതിന്റെ പേര്. പ്രോട്ടീൻ കൺവെർട്ടേഴ്സ് സബ്റ്റിലിസിലിൻ കെക്സിൻ ടൈപ്പ് 9 എന്നൊക്കെയാണ്. നമുക്ക് തൽക്കാലം PCSK9 എന്ന് പറഞ്ഞാൽ മതി. PCSK9ന്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ LDL റിസപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുക, ഡീഗ്രേഡ് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവയുടെ പണി, PCSK9ന്റെ പണി. സോ ഇത് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്ന് LDL റിസപ്റ്റേഴ്സിന് ഒട്ടിച്ചേരാൻ പറ്റില്ല. സോ ബ്ലഡിൽ കിടക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടും. സോ അപ്പൊ നമ്മൾ ചെയ്തത് ഇതിനെ തടയുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്നതാണ്. സോ വി മെയ്ഡ് ഇൻഹിബിറ്റേഴ്സ് ഓഫ് PCSK9. അതിനെ തടയുന്ന മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് LDL റിസപ്റ്റേഴ്സ് ഉണ്ടാക്കും. സോ LDL എല്ലാം തിരിച്ചു വരും. കയ്യിലുള്ള കൊളസ്ട്രോൾ ഒക്കെ കൊണ്ടുവന്ന് ലിവറിനകത്തേക്ക് കൂടുതൽ നിക്ഷേപിക്കും. സോ അങ്ങനെയുള്ള മരുന്നുകൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും മോണോക്ലോണൽ ആന്റിബോഡിയാണ്. ഒന്ന് അലിറോകു മാബ് ഞാൻ പ്രത്യേകം എഴുതണ്ട, മോണോക്ലോണൽ ആണ്. ദെൻ ഇവോലോകുമാബ് ഇത് രണ്ടുമാണ് ആദ്യകാലത്ത് ഇറങ്ങിയത്. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണ്, കുത്തിവെപ്പായിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. LDL കൊളസ്ട്രോൾ താഴുന്നു എന്ന് നമുക്ക് മനസ്സിലായി, നന്നായിട്ട് താഴുന്നുണ്ട്. പുതിയൊരു മരുന്ന് ഈ വർഷം 2023 ഈ വർഷമല്ല കഴിഞ്ഞ വർഷം 2023 ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് റെക്കാറ്റിസിമാബ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടിയുണ്ട്. സോ ഇതെല്ലാം തന്നെ PCSK9 ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ PCSK9 തടയുമ്പോൾ ഇൻക്രീസ്ഡ് LDL റിസപ്റ്റേഴ്സ് ഇൻ ലിവറിനകത്ത് LDL റിസപ്റ്റേഴ്സ് വർദ്ധിക്കും. സോ ദിസ് ദ 9th ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ. സോ ഈ വിഭാഗത്തിൽ പുതിയൊരു ഗ്രൂപ്പ് ഓഫ് മരുന്ന് കൂടി വന്നിട്ടുണ്ട്. ആ മരുന്ന് ഭയങ്കര ഫേമസ് മരുന്നാണ്. ഇൻക്ലിസിറാൻ എന്നാണ് ഈ മരുന്നിന്റെ പേര്. ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടില്ല ഇൻക്ലിസിറാൻ എന്ന് പറയുന്ന മരുന്ന്. ഇത് സത്യത്തിൽ ഇവിടെ പോയി നേരിട്ട് തടയുകയല്ല ചെയ്യുക. ഇതൊരു ആന്റി സെൻസ് മരുന്നാണ്, അല്ലെങ്കിൽ ജീൻ സൈലൻസിങ് മരുന്നാണ്. ഈ PCSK ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ഇത് DNA ആണെങ്കിൽ DNAയുടെ ഒരു ഭാഗത്ത് പോയി അതിന് വേണ്ടുള്ള പണി ചെയ്താലാണ് PCSK ഉണ്ടാവും. ഈ മരുന്ന് പോയി ഇവിടെ പോയി ഒട്ടിച്ചേരുകയും അതില്ലാതാക്കുകയും ചെയ്യും. സോ PCSK ജീൻ എക്സ്പ്രഷൻ തടയുന്ന മരുന്നാണ്. ലെക്കിവോ എന്നാണ് ഈ മരുന്നിന്റെ പേര്. ലെക്കിവോ നമ്മൾ കൊടുക്കുന്നത് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണ്. 284 മില്ലിഗ്രാം ആണ് കൊടുക്കുന്നത്. ഒരു വർഷം 2 ഡോസ് മരുന്ന് കൊടുത്താൽ മതി. സോ ദിസ് ഗ്രേറ്റ്ലി ഇൻക്രീസസ് ദിസ് LDL ലെവൽ ഇൻ ദ ബ്ലഡ്. LDL ലെവൽ വളരെയധികം കുറയ്ക്കുന്ന മരുന്നുകളാണ് അലിറോകുമാബ്, ഇവോലോകുമാബ് പോലെയുള്ള മരുന്നുകൾ. ആൻഡ് പുതിയത് ഇൻക്ലിസറാൻ പോലെയുള്ള മരുന്ന്. സോ ദിസ് എ വെരി ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ് ഓഫ് മരുന്ന്. PCSK9 ഇൻഹിബിറ്റേഴ്സ് വിഭാഗത്തിൽ നമുക്ക് വേർപെടുത്താം. സോ ഇതാണ് 9th ഗ്രൂപ്പ് ഓഫ് മരുന്ന്. ഇനി ശരീരത്തിൽ അമിതമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാകുന്ന ഒരു ജനിതക തകരാറാണ്, ഒരു ജനറ്റിക് കണ്ടീഷൻ ആണ് ഫാമിലിയൽ ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയാം. ഹൈപ്പർ ലിപ്പിഡീമിയ അത് പല ടൈപ്പ് ഉണ്ട്. ഞാനിപ്പോൾ പറയുന്ന മരുന്ന് ടൈപ്പ് 1 ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. സോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജീൻ തെറാപ്പിയാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈംസിന്റെ ജനിതകമായ തകരാറാണ്, അതില്ല. അപ്പൊ നമ്മൾ അതിന് പകരം അതിന്റെ ജീൻ അങ്ങ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ജീൻ തെറാപ്പി എന്ന് പറയാം. മരുന്നിന്റെ പേര് അലിപ്പോജീൻ ടിപ്പാർവോവെക് എന്നാണ്. ഈ ടിപ്പാവോവെക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെക്ടർ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. വെക്ടർ ഒരു വൈറസ് വെക്ടർ ആണ്. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഈ എൻസൈംസ് നമ്മൾ കുത്തിവെക്കുകയാണ്. പേര്
ഗ്ലൈബറ എന്നാണ്. ഗ്ലൈബറ. സോ ഇത് ഇറങ്ങിയ കാലത്ത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരുന്ന് ഇതാണ്, അലിപോജിൻ ടിപ്രാറോവേക്ക് ആണ്. ഇപ്പോഴും വില കൂടിയ മരുന്ന് തന്നെയാണ്. വളരെ കുറഞ്ഞ ആൾക്കാരിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുക, ബിക്കോസ് അവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഫാമിലിയൽ ഹൈപ്പർലിപ്പിഡീമിയ ടൈപ്പ് 1. ഗ്ലൈബറ. പിന്നെ ഒരു മരുന്ന് വന്നത് മിപ്പോമിർസൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടായിരുന്നു. അതും ഇതേപോലുള്ള ഫാമിലിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആന്റിസെൻസ് ഒലിഗോ ന്യൂക്ലിയോടൈഡ് തന്നെയായിരുന്നു. പക്ഷെ ആ മരുന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. സോ ഇപ്പോൾ ഇത് 10ാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്നായിരിക്കും. പക്ഷേ ഇത് സ്പെഷ്യൽ കണ്ടീഷൻ മരുന്നാണ്. മറ്റെല്ലാം ജനറൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന മരുന്നുകളായിരുന്നു. സോ ഇതെല്ലാമാണ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന 10 ഗ്രൂപ്പ് ഓഫ് മരുന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞു പോയത് ബ്ലഡിൽ നിന്ന് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കൊളസ്ട്രോൾ ആഗിരണം ചെയ്ത് അങ്ങനെ ലിവറിലെത്തി അങ്ങനെ ശരീരം മൊത്തം എത്തുന്ന ആ കഥയിലൂടെയാണ് നമ്മൾ പോയത്. നമ്മൾ ഇനി ഓരോ ഗ്രൂപ്പ് ഓഫ് മരുന്നുകളെ കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പിന്നീട് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ